ഹലോ, വെൽക്കം ബാക്ക് ടു നെഷൂസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിൻ്റെ കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ കറിയാണ്. അതിന് വേണ്ടി ഞാൻ 1/2 കപ്പ് മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 1/2 അവർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, പാകത്തിന് വെള്ളവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നമുക്ക് കുക്കർ നന്നായി അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചെടുക്കാം. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി എടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 2 തുടം വെളുത്തുള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഞാനിതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലപ്പൊടികളെല്ലാം ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാനൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാലയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കറിലെ ദാലെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിത് മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല വശത്തേക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇനി മല്ലിയില കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്തോളൂ. അപ്പം നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.